ശരിക്കും ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂടിയിട്ടാണോ അസുഖം കുറയുള്ളൂ? ആയുർവേദ ചികിത്സ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ശമന ചികിത്സയും, രണ്ട് ശോധന ചികിത്സയും. എന്നാൽ ചില ആബ്സിസ് പോലെയുള്ള കണ്ടീഷൻസ്, വിദ്രതി എന്നൊക്കെ പറയും, ഈ കണ്ടീഷൻസിൽ പാകമാകേണ്ടതാണെങ്കിൽ അതിനെ പാകമാക്കിയതിന് ശേഷം അതിനെ ശോധന ചെയ്ത് ശമിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. ഇന്നിപ്പോൾ ആയുർവേദ ചികിത്സയെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ സമൂഹത്തിലുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു തെറ്റായ ധാരണയല്ല, വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ്. ഇത് പലപ്പോഴും പല ആളുകൾ പറഞ്ഞും അല്ലെങ്കിൽ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ പറഞ്ഞു കേട്ടൊക്കെയാണ് ആളുകൾ ഇത് ധരിച്ചു വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ OP-കളിൽ വരുന്ന രോഗികൾ പറഞ്ഞു തന്നെ നമ്മൾ പലപ്പോഴും ഇത് കാണാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ തിരുത്താൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഒരു പ്രാവശ്യം തിരുത്തിയ വ്യക്തി പിന്നീട് ഒരിക്കൽ വന്ന് ഇതേ കാര്യം തന്നെ പറയുന്ന സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. പക്ഷെ ഇത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ട ഒരു സംഗതിയാണ്. ആയുർവേദ ചികിത്സയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് പറയാനായിട്ടൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ട് OP-യിൽ വന്നിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ടീനിയ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ചേച്ചി ഇതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആയുർവേദ ചികിത്സയോടാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എത്ര നാളായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ വന്നിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അതെ, ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് പരീക്ഷയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ആയുർവേദം മരുന്ന് കഴിച്ചൊന്ന് കൂടിയിട്ടാണല്ലോ കുറയുള്ളൂ. അപ്പൊ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് ഇത് കൂടിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് വരാഞ്ഞ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പരീക്ഷയൊക്കെ മാറി, ഇനിയിപ്പോൾ ഒന്ന് കൂടിയിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ബോഡി ലാംഗ്വേജ് കൂടിയായിരുന്നു ചേച്ചി പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല ആളുകളും ഈ ഒരു തെറ്റിദ്ധാരണ പോലും ആയുർവേദ ചികിത്സയിൽ നിന്ന് വൈമുഖ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ഈ ചികിത്സ വൈകിപ്പിക്കാൻ കാരണമാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ചേച്ചിയുടെ ഒരു കണ്ടീഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിലെ ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരാഴ്ചയോ 1.5 ആഴ്ചയോ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറാവുന്ന ഒരു അസുഖമാണ് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഇത്രയധികം വൈകിപ്പിച്ചത്. അപ്പൊ ശരിക്കും ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂടിയിട്ടാണോ അസുഖം കുറയുള്ളൂ? ശരിക്കും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ, ചികിത്സാ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഈ തരത്തിൽ അസുഖം കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറയുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ പാകമായതിനു ശേഷം ചികിത്സിക്കാനായിട്ട് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറയാം. ആയുർവേദ ചികിത്സ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ശമന ചികിത്സയും, രണ്ട് ശോധന ചികിത്സയും. ശമന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OP ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ മരുന്നുകൾ കൊടുത്ത് ആ അസുഖത്തെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും ഈ ക്ലിനിക്കുകളിലും ഡിസ്പെൻസറികളിലും ഒക്കെ ചെയ്യുന്ന ചികിത്സ അത് തന്നെയാണ്. ഈ ശമന ചികിത്സ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അസുഖം കൂടിയിട്ട് കുറയുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല. രണ്ടാമത് ശോധന ചികിത്സ. ശോധന ചികിത്സ എന്ന് പറയുന്നത് വളരെയധികം ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പല ചികിത്സകൾ ചെയ്തിട്ടും ഫലിക്കാത്തൊരു കണ്ടീഷനിൽ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. ആയുർവേദ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ എല്ലാം ഉത്ക്ലേശിപ്പിച്ച്, അതായത് നമ്മൾ നെയ്യ് പോലുള്ള മരുന്നുകൾ കൊടുത്തിട്ടാണ് ഇത് ഉത്ക്ലേശിപ്പിക്കുന്നത്. ഇതൊരു IP ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. കിടത്തി ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ദോഷങ്ങളെ ഉത്ക്ലേശിപ്പിച്ച് പഞ്ചകർമ്മ ചികിത്സയിലൂടെ ഇത് പുറത്തേക്ക് കളയുന്ന ഒരു രീതിയാണ്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന 5 ശോധന ചികിത്സകളാണ്. അതിലൊന്ന് നസ്യം, നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കുന്ന രീതി. അതുപോലെ തന്നെ വമനം, ഛർദ്ദിപ്പിക്കുക. വിരേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുക. അതുപോലെ തന്നെ വസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എനിമ എന്ന് പറയും, പക്ഷെ ഈ വസ്തിയുടെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ നിൽക്കുന്ന ഒരുപാട് തലത്തിൽ നിൽക്കുന്ന ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ രക്തമോഷം, രക്തം എടുത്ത് കളയുക. ഈ തരത്തിലുള്ള 5 ശോധന ചികിത്സയിലൂടെ ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്ന രീതിയാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ഉത്ക്ലേശിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ അസുഖങ്ങളുടെ സിംറ്റംസ് കൂടുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ ഉത്ക്ലേശിച്ചിട്ട് അതിന് സിംറ്റംസ് കാണിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ശോധന ചികിത്സയിലൂടെ ഇത് പുറത്തേക്ക് കളയുന്നുണ്ട്. എന്നാൽ ചില ആബ്സിസ് പോലെയുള്ള കണ്ടീഷൻസ്, വിദ്രതി എന്നൊക്കെ പറയും, ഈ കണ്ടീഷൻസിൽ പാകമാകേണ്ടതാണെങ്കിൽ അതിനെ പാകമാക്കിയതിന് ശേഷം അതിനെ ശോധന ചെയ്ത് ശമിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആബ്സിസിലൊക്കെ ചില ലേപനങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അതിനെ പാകമാക്കി, അത് ചിലപ്പോൾ തന്നെ പൊട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ച് അതിനുള്ളിലെ പഴുപ്പെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ശമിപ്പിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട്. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം ഒന്ന് കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഈ തെറ്റായിട്ടുള്ള ധാരണയുടെ പുറത്ത് നിങ്ങൾ ആയുർവേദ ചികിത്സ എടുക്കാൻ മടി കാണിക്കുകയോ വൈമുഖ്യം കാണിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.